ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുനും പൂജയും ജോർജൂട്ടയും കൂടി കോടതി വളപ്പിലെത്തണം കേട്ടോ. എന്നിട്ട് കോടതിയെ കൂടാൻ വേണ്ടി ഒരുങ്ങാണ്. ആ സമയത്താണ് പ്രിയനെ SP കിരൺ കൊണ്ടുവരുന്നത്. വനിതാ കോൺസ്റ്റബിളോട് പൂജ പറയാണ്, ഒരു മിനിറ്റ് ഈ പ്രിയയോടൊന്ന് സംസാരിക്കണം എന്നങ്ങ് പൂജ പറഞ്ഞ ശേഷം പൂജ പ്രിയനെ തോളിൽ കൈയിട്ടുകൊണ്ട് അങ്ങ് നടക്കണം കേട്ടോ. എന്നിട്ട് പറയാണ്, നീ എന്നെ ഈ കോടതി വളപ്പിലിട്ട് ഒരുപാട് അങ്ങ് കരയിപ്പിച്ചിട്ടുണ്ട്, വെല്ലുവിളികളും നടത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ കണ്ട് നീ അങ്ങ് ആഹ്ലാദത്തോടു കൂടി പൊട്ടിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇന്നിപ്പോൾ എനിക്ക് ഈ സമയത്ത് നിന്നെ ഈ അവസരത്തിൽ കിട്ടിയതിന് എനിക്കും ആഹ്ലാദത്തോടു കൂടി പൊട്ടിച്ചിരിക്കാം. പക്ഷേ നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, നിന്നെ ഞാൻ അത്രമാത്രം അധികം സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ നിന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല എന്നുള്ളത് നീ തന്നെയാണ് തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ചൊല്ലുണ്ട്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ പല നാൾ കള്ളി ഒരു നാൾ പിടിയിൽ. ഇതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിന്റെ എല്ലാ കള്ളത്തരും ഇന്നത്തോടു കൂടി തീരാൻ പോവുകയാടി. ഇനി നീ കുറച്ചു കാലം ഒന്ന് റെസ്റ്റ് എടുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് ഈ ഒരു ദിവസം ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ ശേഷം പ്രിയനെ പിന്നെ വനിതാ കോൺസ്റ്റബിൾ അങ്ങ് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ജോർജൂട്ടി അർജുനോട് പറയുന്നുണ്ട്, പൂജ മേഡം പൊളിച്ചടുക്കുവാണല്ലോ എന്നങ്ങ് പറയുമ്പോൾ അർജുൻ പറയാണ്, ഇന്നത്തെ ദിവസം അവളുടെ ല്ലേ അവളങ്ങ് ആസ്വദിക്കട്ടെ എന്നങ്ങ് പൂജയെക്കുറിച്ച് പറയാണ്. പിന്നീട് അർജുൻ്റെ അടുത്തേക്ക് പൂജ വന്നിട്ട് പറയണം, അല്ല അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ഛനെ എത്തുമായിരിക്കും, അങ്കിൾ ഇപ്പോൾ തന്നെ വരുമായിരിക്കും. ഇന്ന് അരുണിമാൻറ്റിയെ പുറത്തിറക്കുന്ന ദിവസമല്ലേ, അതുകൊണ്ട് എന്തായാലും അങ്കിൾ ഇവിടെ എത്തും എന്നൊക്കെ അവർ പറയാണ്. അപ്പോഴാവും കിരൺ അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് കിരൺ പറയണ, അർജുൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ സേനാപതി ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്ന് മുങ്ങിയിട്ടുണ്ട്. പക്ഷേ അയാളെന്നെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. എല്ലായിടത്തേക്കും നോട്ടീസൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. അധിക കാലമൊന്നും അയാൾക്ക് ഒളിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയാളെ കണ്ട ഉടനെ തന്നെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇനി വാങ്ങേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അർജുനോട് പറയാൻ കേട്ടോ. അപ്പോൾ അർജുൻ പറയാണ്, അയാളിപ്പോൾ ഒരു കണക്കിന് ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയല്ലേ കിരൺ. കാരണം അയാൾക്ക് ഒരേ ഒരു മകളാണ് ഉണ്ടായിരുന്നത്, സാക്ഷി. അവൾക്ക് വേണ്ടിയിട്ടാണ് ഇക്കണ്ട സ്വത്തുക്കളൊക്കെ വെട്ടിപ്പിടിക്കാനും കൊലപാതകങ്ങളും ക്രിമിനൽ തരങ്ങളും ഒക്കെ ചെയ്ത് കൂട്ടിയത്. ഇപ്പോൾ അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇക്കണ്ടതൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ ഒരു കണക്കിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ, ഏതൊരു ക്രിമിനലും എത്ര തന്നെ വലിയ കുറ്റം ചെയ്ത് മറച്ചു വെച്ചാലും അതൊക്കെ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് ഓരോ സമയത്ത് പുറത്ത് കൊണ്ടുവരിക തന്നെ ദൈവം ചെയ്യും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നീട് കോടതി അങ്ങ് കൂടാൻ പോവാനുണ്ട്. അപ്പോഴാവും അരുണിമയും കൂട്ടിയിട്ട് വനിതാ കോൺസ്റ്റബിൾ അങ്ങ് വരികയാണ്. അരുണിമേനെ കണ്ടതോടുകൂടി പൂജ സന്തോഷത്തോടു കൂടി അമ്മ എന്നങ്ങ് പറഞ്ഞ് ഓടി ചെല്ലാൻ കേട്ടോ. എന്നിട്ട് മോളെ എന്നൊക്കെ വാത്സല്യത്തോടു കൂടി വിളിക്കുകയാണ്. ഇന്ന് തന്നെ അമ്മയുടെ എല്ലാ ദുരിതവും അവസാനിക്കും എന്നങ്ങ് പറയുമ്പോൾ, എനിക്ക് മോളെ സൂര്യപ്രഭയിൽ താമസിക്കുന്നത് കൊണ്ട് ഒരു ദുരിതവുമില്ല മോളെ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ അർജുൻ പറയണം, അങ്ങനെയല്ല ആൻറ്റി, കാരണം കൂട്ടുകുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ സൂര്യപ്രഭയിൽ താമസിക്കുന്നതിനേക്കാളും ഇരട്ടി സന്തോഷം ആൻറ്റിക്ക് എന്തായാലും കിട്ടില്ലേ എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ അരുണിമയ്ക്കും നല്ല സന്തോഷമാവാണ്. എന്നിട്ട് അർജുൻ പറയാണ്, ആൻറ്റിയോട് പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് ഓർമ്മയുണ്ടല്ലോ, സത്യസന്ധമായിട്ട് തന്നെ ആൻറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ ശേഷം പിന്നീട് കോടതി അങ്ങ് കൂടുകയാണ്. ഈ സമയത്ത് നന്ദഗോപൻ കോടതിയിലേക്ക് ധൃതി പിടിച്ച് അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരാട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദഗോപൻ്റെ കാറിൻ്റെ കുറുകെ അങ്ങ് വേറൊരു കാറ് വന്നങ്ങ് നിർത്തുകയാണ്. അപ്പോൾ നന്ദഗോപൻ ആകെ അങ്ങ് പേടിക്കുകയാണ് കേട്ടോ. ഒരു ആക്സിഡൻറ്റ് പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഉണ്ടാവാതെ അങ്ങ് രക്ഷപ്പെടണം. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് തന്നെ നന്ദഗോപൻ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് കുറുകെ വന്ന ആ കാറിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എവിടെ നോക്കിയാടോ നീ വണ്ടി ഓടിക്കുന്നത് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും അതിനുള്ളിൽ നിന്നങ്ങ് കമ്മീഷണർ അങ്ങ് ഇറങ്ങണം കേട്ടോ. കമ്മീഷണറെ കണ്ടതോടുകൂടി നന്ദഗോപൻ അങ്ങ് പേടിക്കുകയാണ്. എന്നിട്ട് ആ ഒരു കാലങ്ങ് പിറകിലോട്ട് തന്നെ വെച്ചിട്ട് ഹേമചന്ദ്രൻ എന്നങ്ങ് മനസ്സുകൊണ്ട് പറയാൻ കേട്ടോ, എന്താടോ നീ എന്നെ കണ്ടപ്പോൾ അങ്ങ് പേടിച്ചോ? ഞാൻ എന്നെ കൊല്ലാനൊന്നും വന്നതല്ല. ഇനി നിന്റെ രക്തക്കറ ഇനി എൻ്റെ കയ്യിൽ പതിയില്ല. കാരണം നിനക്കുള്ള ശിക്ഷ നിന്നെ വേണ്ടപ്പെട്ടവരെ ശിക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അത് കണ്ടോണ്ട് നീ നീറി ജീവിക്കണം. അതാണ് ഇനി നിനക്ക് ഞാൻ തരാൻ പോകുന്ന ശിക്ഷ. എന്തിന് 25 വർഷങ്ങൾക്ക് മുന്നേ നടന്നത് ഇപ്പോൾ
എപ്പോഴും നീ മനസ്സിൽ കൊണ്ടു നടക്കുക. അത് അന്ന് എനിക്കൊരു തെറ്റുപറ്റി, സംഭവം ശരി തന്നെയാണ്, അതിനു വേണ്ടി ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നങ്ങ് പറയുമ്പോൾ കമ്മീഷണർ അങ്ങ് ചൂടാവണം കേട്ടോ. എന്നിട്ട് പറയണേ, എന്ത് പ്രായശ്ചിത്തം, ഇന്നും ഞാൻ നീറിയിട്ടാണ് ജീവിക്കുന്നത്. 21 വർഷങ്ങൾക്ക് മുന്നേ ഞാനാണ് നിന്റെ രക്തത്തിൽ പറന്ന നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എൻ്റെ ഈ 2 കൈകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇന്ന് വരെയും ഞാൻ മനസമാധാനത്തോടു കൂടി ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ചെവികളിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിലാണ് എപ്പോഴും വന്ന് കേൾക്കുന്നത് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും കമ്മീഷണറിൻ്റെ ചെവിയിൽ ആ കുഞ്ഞങ്ങ് കരയുന്ന സൗണ്ട് അങ്ങ് കേൾക്കാൻ കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോൾ കമ്മീഷണർ അങ്ങ് ഭ്രാന്തനെ പോലെ അങ്ങ് ആവാണ്. എന്നിട്ട് അങ്ങ് അലറാണ് കേട്ടോ. നിന്നെ ഞാൻ വെറുതെ, നീ കാരണം ഞങ്ങളുടെ കുടുംബമാണ് ഇല്ലാതായത്. അന്ന് ഞാൻ നിന്റെ കാല് വന്ന് പിടിച്ചതല്ലേ, എൻ്റെ പെങ്ങളുടെ ജീവിതം നീ നശിപ്പിക്കരുത് എന്നും പറഞ്ഞ്. അപ്പോൾ നീ എന്താ എന്നെ കൈയൊഴിയുകയാണ് ചെയ്തത്. അരുണിമേനെ അപ്പോൾ കല്യാണം കഴിച്ചു എന്ന് നീ അങ്ങ് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് ശരി തന്നെയായിരുന്നില്ലേ? അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അരുണിമേനെ കല്യാണം കഴിച്ചിരുന്നു, അതുകൊണ്ടാണ് എന്നങ്ങ് പറയുമ്പോൾ അതൊന്നും എനിക്ക് കേൾക്കണ്ട. നീ ചെയ്ത ക്രൂരതയ്ക്ക് എൻ്റെ കുടുംബമാണ് ഇല്ലാതായത്. എൻ്റെ അച്ഛൻ നീറിയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ആ പകയൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും മരണം വരെയും കളയില്ല. അതുകൊണ്ട് ഇനി മുതൽ നീ എണ്ണപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. നിൻ്റേതായ എല്ലാതും ഞാൻ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും. അത് കണ്ട് നീ നീറി തന്നെ ജീവിക്കണം. നിനക്ക് സ്വസ്ഥമായിട്ട് ഒരിക്കലും ഒരു കുടുംബജീവിതം നടത്താൻ നിനക്ക് കഴിയില്ല. നീ ഇപ്പോൾ ധൃതി പിടിച്ചു പോകുന്നത് നിൻ്റെ അരുണിമേനെ പുറത്തിറക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് എന്തിനാ നിനക്കും നിൻ്റെ മകൾക്കും അരുണിമയ്ക്കും സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കാനല്ല? അത് ഒരിക്കലും നീ സ്വപ്നം കാണണ്ട. ഈ ഹേമചന്ദ്രൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്ത ഒരു അന്തസ്സുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെയുള്ള കുടുംബത്തിൽ ഞങ്ങളുടെ പെങ്ങൾ ഇതുപോലൊരു അവിഹിത ഗർഭത്തിൽ ഉണ്ടായ ഞങ്ങളെയൊക്കെ ആളുകൾ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ അന്ന് നശിച്ച ആ ഒരു കുടുംബം നീ ഒരൊറ്റ ആൾ കാരണമാണ് നശിച്ചത്. അതുകൊണ്ട് നീ കാരണം ഒരു കുഞ്ഞിനെ പോലും എൻ്റെ കൈകൾ കൊണ്ട് ഇല്ലാതാക്കേണ്ടി വന്നു. അതെല്ലാം തന്നെ എൻ്റെ മനസ്സിൽ തേട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല നന്ദഗോപ. അതുകൊണ്ട് നീ സൂക്ഷിച്ച് നടന്നോ. എൻ്റെ പക ഒരിക്കലും അണയുകയുമില്ല. അതുകൊണ്ട് നീ ഒരിക്കലും സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കില്ല. നിൻ്റേതായ എല്ലാവരെയും ഞാൻ നശിപ്പിക്കും. എന്നിട്ട് നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. അതെല്ലാം കണ്ട് നീ ഭൂമിയിൽ നീറി തന്നെ ജീവിക്കണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് വെല്ലുവിളിയോട് കൂടി തന്നെയാണ് കേട്ടോ കമ്മീഷണർ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അങ്ങനെ കമ്മീഷണർ അത് പറഞ്ഞു പോകുമ്പോൾ നന്ദഗോപൻ ആകെ അങ്ങ് തളരുകയാണ്. നന്ദഗോപന് സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് കേട്ടോ നന്ദഗോപൻ അവ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ നന്ദഗോപൻ നേരെ അങ്ങ് കോടതിയിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. ജഡ്ജൊക്കെ വരികയാണ് കേട്ടോ. എന്നിട്ട് അർജുനോട് ചോദിക്കുകയാണ്, കേസ് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറയാൻ കേട്ടോ. അങ്ങനെ അരുണിമയെ കൊണ്ട് വിസ്തരിക്കുകയാണ്. ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ അന്നേ ദിവസം രാത്രിയിൽ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ അരുണിമ ജഡ്ജിയുടെ മുന്നിൽ അങ്ങ് പറയാൻ കേട്ടോ. അങ്ങനെ അർജുൻ അരുണിമയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകളാണ് പൂജ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? 20 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ മകളെ നഷ്ടപ്പെട്ടതല്ലേ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് പൂജയാണെന്ന്? ഒരു പെറ്റ് വയറിനെയാണ് സ്വന്തം മകളെ അറിയാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു തെളിവും വേണ്ട, എൻ്റെ മോള് പൂജ മോള് തന്നെയാണ് എന്നങ്ങ് പറയൂട്ടോ. അപ്പോൾ അവരുടെ അച്ഛൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് നന്ദഗോപൻ എന്നങ്ങ് പറയുന്നത്. അപ്പോൾ ജഡ്ജി തന്നെ ആകെ അത്ഭുതപ്പെടാണ്. പ്രിയ ആണ് മകൾ എന്ന് പറഞ്ഞ് വിസ്തരിച്ച ആ ഒരു കോടതിയിൽ വെച്ച് തന്നെ അരുണിമ ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ജഡ്ജി തന്നെ ആകെ അത്ഭുതപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ അർജുൻ പിന്നീട് വിശദീകരിച്ച് കൊടുക്കുകയാണ്, ഇത്രയും കാലം ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് തന്നെയാണ് വ്യാജരേഖയും കൊണ്ടുവന്ന ശേഷമാണ് അവളുടേതാണെന്നും പറഞ്ഞ് പൂജയുടെ രേഖകളൊക്കെ എടുത്ത് തെളിവ് കൊണ്ടുവന്ന് ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ച് അനന്തഗോപൻ്റെ മകൾ ഞാനാണെന്ന് പറഞ്ഞ് പ്രിയ ഇത്രയും കാലം ഞങ്ങളുടെ വീട്ടിൽ വിലസുകയായിരുന്നു. അതെല്ലാം തന്നെ വിശ്വനാഥൻ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു പാവം പിടിച്ച ഒരു വൃദ്ധനെ 1 വർഷം ജയിലിലാക്കി തേജ കൊലക്കേസിൽ ഉൾപ്പെടുത്തി ആ വ്യക്തിയാണ് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തത് എന്ന് കള്ളമൊഴി തന്ന ശേഷമാണ് ആ വൃദ്ധൻ 1 വർഷത്തോളമായി ചെയ്യാത്ത കുറ്റത്തിന് കേസ് അനുഭവിക്കേണ്ടി വന്നത്. അത് പിന്നീട് തെളിയിക്കുകയും ചെയ്തു. അത് ഈ കോടതിയിൽ വെച്ച് തന്നെയാണ്. പ്രിയ സ്വന്തം മകളാണെന്നും പറഞ്ഞാണ് അന്ന് കോടതിയിൽ വിസ്തരിച്ചത്. അന്ന് DNA ടെസ്റ്റിൽ വരെ ഇവൾ കൃത്രിമം നടത്തി. അത്രയ്ക്ക് ഇവൾക്ക് ക്രിമിനൽ പശ്ചാത്തലവും കൂട്ടരും കൂടെ ഉള്ളത് കൊണ്ടാണ് കോടതിയെ പോലും ഇവൾക്ക് പറ്റിക്കാനും കബളിപ്പിക്കാനും കഴിഞ്ഞത്.
പിന്നീടാണ് വിശ്വനാഥൻ അച്ഛൻ അവിടെ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് സ്നേഹസദനം ഇവൾ അവിടെ തുറന്ന് പരിശോധിച്ച ശേഷം പൂജയുടേതായ തെളിവുകളെല്ലാം ശേഖരിച്ച് നന്ദഗോപൻ്റെ മകളാണെന്ന് പൂജ മനസ്സിലാക്കിയ ശേഷം പൂജയുടെ ആ തെളിവുകളുമായിട്ട് പ്രിയ നന്ദഗോപൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അന്നു മുതൽ ഇന്ന് വരെയും ഇവൾ പറ്റിക്കപ്പെടുകയാണ്, ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ക്രിമിനൽ മൈൻഡും ബുദ്ധിയുമാണ് ഇവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ പ്രിയയും ശങ്കറാമും ഒക്കെ ആകെ അങ്ങനെ പതറിങ്ങൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അടിക വക്കീൽ അങ്ങ് വരികയാണ്. എന്നിട്ട് അടിക വക്കീൽ പറയാണ്, പ്രിയ തെറ്റുകാരിയാണ് എന്നുള്ളത് അർജുൻ ഇവിടെ വിസ്തരിച്ചത് ശരി തന്നെയാണ്. അന്ന് സാക്ഷിയെ രണ്ടാമത്തെ കുത്തിൽ കൊലപ്പെടുത്തിയത് ആരാണെന്നുള്ളത് കണ്ട ഒരു ദൃക്സാക്ഷി കൂടിയുണ്ട്. അവരെ ഒന്ന് വിസ്തരിക്കാൻ കോടതി അനുവാദം തരണം എന്നങ്ങ് പറയണേ. എന്നിട്ട് ആ ഗുണ്ടയെ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ. അടിക വക്കീൽ തോമസ് എന്ന് പറഞ്ഞ ആ ഗുണ്ടയെ വിളിച്ച ശേഷം അയാൾ അങ്ങ് വ്യക്തമായിട്ട് തന്നെ കോടതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അരുണിമ അന്ന് ഇറങ്ങിപ്പോയ ശേഷം പിന്നീട് സാക്ഷിയെ കൊലപ്പെടുത്തിയത് പ്രിയയാണ്. ആ തെളിവ് ഞങ്ങളെ കൊണ്ടാണ് സൂക്ഷിക്കാൻ വേണ്ടി തന്നത്. അതിൻ്റെ ശേഷം സാക്ഷിയെ താഴേക്ക് തള്ളിയിട്ടതും ഒക്കെ പ്രിയ തന്നെയാണ് എന്നുള്ള എല്ലാ കാര്യവും ആ തോമസ് എന്ന് പറഞ്ഞ ആൾ ജഡ്ജിയുടെ മുമ്പാകെ അങ്ങ് പറയാൻ കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ പ്രിയയ്ക്ക് പിന്നെ ഒരക്ഷരം മിണ്ടാൻ പോലും ആവാതെ ആകെ അങ്ങ് പേടിച്ച് പതറിങ്ങൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ പ്രിയക്കെതിരെയുള്ള എല്ലാ തെളിവുകളും മൊഴികളും എല്ലാം തന്നെ പ്രിയക്കെതിരായിട്ട് തന്നെയാണ് അടിക വക്കീലും അർജുനും കൂടി അങ്ങ് വാദിക്കുന്നത്. അത് കേട്ട ജഡ്ജ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കേട്ടോ. ഇത് കണ്ട ആ പ്രിയ ആണെങ്കിലോ ആകെ അങ്ങ് പതറി വെറും കളിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.